ഹലോ, നമ്മുടെ കയ്യിൽ ഇങ്ങനൊരു വണ്ടിയുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇത് വോക്സ്വാഗൻ കാഡി. നമ്മളുടെ കമ്പനിയിൽ അത്യാവശ്യം വണ്ടികളെ പാർട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഈ വണ്ടി. സാധാരണ ഇത് ഞങ്ങളുടെ ഫാമാണ്. ഇവിടെ വരുമ്പോൾ ടണ്ടയാണ് എടുക്കുക, പക്ഷേ ഇത്രയും സാധനം അതിനകത്ത് കൊള്ളൂല. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തിട്ട് വന്നത്. പക്ഷെ വന്ന വഴി കണ്ടതാ ഇതുപോലെയുള്ള ചെറിയ അത്യാവശ്യം ഓഫ് റോഡിനൊക്കെ ഈ വണ്ടി അടിപൊളിയാണ്. ഇതിൻ്റെ അടി തട്ടിയിട്ടുണ്ട്. ടയറിൻ്റെ ഒക്കെ അവസ്ഥ വേണ്ട. നമ്മുടെ ഈ ബമ്പറിൻ്റെ ഈ ഇവിടെയൊക്കെ കൊണ്ടിട്ടുണ്ട്. അടിയിലും ഫുള്ള് മൊത്തം ഇതിൻ്റെ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് ഫാമിൻ്റെ അകത്തേക്ക് എത്തി. ഫാം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ലോക്കൽസിന് ഇവർ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്, ചുറ്റും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ 2 കണ്ടെയ്നർ ഇവിടെ കൊണ്ടുവന്നിട്ട് വണ്ടിയുടെ പാർട്സൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ വന്നത് എന്തിനു വെച്ചാൽ എൻ്റെ വണ്ടിയിൽ കുറച്ച് പാർട്സ് ഉണ്ട്, അത് നേരെ ഇവിടെ ഇറക്കണം. ഇതിനാണ് മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഓരോരോ നമ്മളൊന്നും കണ്ടിട്ടില്ല. സിൽവയുടെ S15 ബോഡി കിറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കണ്ടെയ്നകത്ത് സാധനമുണ്ട്, ആ കാണുന്ന കണ്ടെയ്നകത്ത് സാധനമുണ്ട്. ഇതിനകത്തുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടണ്ട്രയുടെ പാർട്സ്, റെസിൻ, ഫൈബർ, പിന്നെ ലെക്സസിൻ്റെ പാർട്സ്, ബെൻറ്റ്ലി, നമ്മുടെ നിസാൻ GTRൻ്റെ പിറകിലത്തെ സാധനമാണ് കിടക്കാനുള്ളത്. 350cc ഡോറ്, ലെക്സസിൻ്റെതാണ് ഞാൻ പറഞ്ഞ്, ബെൻറ്റ്ലിയുടെ മോൾഡ്, ഇതുപോലെ മോൾഡും കാര്യങ്ങളും അതിലുമുണ്ട്. അങ്ങനെ നമ്മളെ ഫാമിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് 2 മൂർത്ത് വെള്ളമുണ്ട്. ഞാൻ വരുമ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്താൽ വന്നത്. അവോയ്ഡ് ചെയ്തൊന്നുമല്ല, ഏറ്റവും എവിടെയാണോ വെള്ളക്കുറവ് അവിടെ പോയി. എല്ലായിടത്തും ഇതാണ് അവസ്ഥ. ഇത് അബുദാബിയുടെ ദുബായിലെ അടയിൽ അജ്ബൻ എന്നുള്ള സ്ഥലമുണ്ട്. അജ്ബൻ ഇവിടെ മൊത്തം ഫാമും കാര്യങ്ങളേ ഉള്ളൂ. അതാണ് ഈ സ്ഥലം. പഠിക്കട്ടി ഇവിടെ കണ്ട. അപ്പോൾ നമുക്ക് ആ വഴി പോകാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഇവിടെ നിന്ന് യൂട്ടേൺ എടുത്തിട്ട് പോകണം. മൊത്തം കുളം തോണ്ടി വെക്കുന്നത്. നമ്മൾ ടണ്ട്രാടങ്ങ് നമുക്ക് പ്രശ്നമില്ല. ടണ്ട്രൊക്കെ സുഖമായിട്ട് പോകുന്നതിനകത്ത് സ്റ്റക്ക് കഴിഞ്ഞാലും പ്രശ്നമില്ല. ഇത് നമ്മളുടെ കാറിനെ പോലെ ഫ്രണ്ട് വീൽ ഡ്രൈവുള്ള വണ്ടിയാണ്. അതായത് നമ്മുടെ നാട്ടിലത്തെ പോളോ എന്ന് പറയാം. പോളോൻ്റെ ഗിയർ ബോക്സ് മാനുവലാണ് വണ്ടി. നമ്മളെ പണ്ടത്തെ പോളോയുടെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്. ഇത് നമ്മളുടെ അബുദാബിയിലുള്ള ലോക്കൽസിന് വേണ്ടി മാത്രമുള്ള ഏരിയ. അതായത് അവരുടെ ഫാമും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഇവിടെ. അവിടത്തേക്ക് വേണ്ട എന്താ പറയുക, അരിയല്ല, പച്ചക്കറി കാര്യങ്ങൾ, പിന്നെ അവരുടെ ആട്, ഒട്ടകം, ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരുന്നു. അതായത് നമ്മുടെ നാട്ടിൽ നോർത്ത് ഇന്ത്യയൊക്കെ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഇതേ അവസ്ഥ നിങ്ങൾക്ക് കാണാം. ഇവിടെയും അങ്ങനെ തന്നെ ആയിരുന്നു പണ്ട്. പിന്നെയാണ് പെട്രോൾ കണ്ടുപിടിക്കുകയും ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ഒരു റെവല്യൂഷണറി രീതിയിൽ ആ സെറ്റൊക്കെ ആയ നാളൊക്കെ.
അടുത്തേക്ക് വരാൻ വേണ്ടി പറ്റൂല, സ്റ്റക്കായി പോകും വണ്ടി. പക്ഷെ ഇത് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നമുക്ക് നന്നായിട്ട് ഈ വണ്ടി റഫ്യൂസ് ചെയ്യാനും പറ്റും. മാനുവൽ ആയതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാനും പറ്റും. പിന്നെ ഒരുപാട് പ്രത്യേകതകൾ ഈ സാധനത്തിനുണ്ട്. ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണത്. അവിടെ വെള്ളത്തിൻ്റെ ഇഷ്ടം പോലെ, മഴയുടെ ബാക്കിയായിട്ട്. ഒരു കുഞ്ഞുണ്ടാവില്ലേ ഈ ഭാഗത്തൊന്നും. റോഡ് കിട്ടി ഫൈനലി. റോഡ് എന്നൊക്കെ പറഞ്ഞാൽ കോമഡിയാണ്. മഴ പെയ്തിട്ട് അതിൽ ബാക്കിയായ വെള്ളമാണ് ഈ കിടക്കുന്നത്. അതായത് ഇവിടുത്തെ മണ്ണ് വെള്ളം കുടിക്കൂല, നമ്മളെ നാട്ടിലെ പോലെ അല്ല. നമ്മളൊരു കുപ്പി വെള്ളം ഒരിടത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം അവിടെ അതുപോലെ കിടക്കുന്നത്. ഇവിടുത്തെ